16ാം നിയമസഭയിലേക്കുള്ള സ്പീക്കറെ ഇന്ന് തിരഞ്ഞെടുക്കും. രാവിലെ 9 മണിക്കാണ് പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് നടക്കുക. ചരിത്രത്തിലാദ്യമായി UDF, LDF, NDA സ്ഥാനാർത്ഥികൾ ഇത്തവണ സ്പീക്കർ തിരഞ്ഞെടുപ്പിന് മത്സര രംഗത്തുണ്ട്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, ഇന്നത്തെ സ്പീക്കർ തിരഞ്ഞെടുപ്പിലേക്ക് ഒരു പ്രത്യേകത എന്തെന്നാൽ BJP സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് തന്നെയാണ് ഭൂരിപക്ഷം കൂടുതൽ ലഭിക്കുക എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിയമസഭയിലേക്കുള്ള സ്പീക്കറെയാണിന്ന് തിരഞ്ഞെടുക്കുന്നത്. 9 മണിയോടുകൂടി തന്നെ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പൊക്കെ നടക്കും. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായി UDF, LDF, NDA സ്ഥാനാർത്ഥികൾ, മൂന്നാമതൊരു സ്ഥാനാർത്ഥിയും NDAയുടെ ഒരു സ്ഥാനാർത്ഥി കൂടി ഇത്തവണ സ്പീക്കർ തിരഞ്ഞെടുപ്പിന്റെ മത്സര രംഗത്തുണ്ട്. വിവരങ്ങളുമായി അതുല്യാണ് ചേരുന്നത്. അതുല്യ, ഇന്നത്തെ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥി കൂടി മത്സരത്തിനുണ്ട്. നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ മൂന്നാമതൊരു മുന്നണി കൂടി മത്സരത്തിന് എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് 3 മുന്നണികളും ഒരു സ്പീക്കർ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് നിയമസഭയിൽ 3 BJP MLAമാർ അംഗങ്ങളാകുന്നത്. ഈ 3 അംഗങ്ങളുള്ള BJP MLAമാരിൽ നിന്നും ഒരാൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി മത്സരിക്കുന്നുണ്ട്. അതിനാൽ ആദ്യമായി നിയമസഭയിൽ, അതായത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി സ്പീക്കർ തിരഞ്ഞെടുത്തൊരു ത്രികോണ മത്സരം ഇന്ന് ഉണ്ടാവുകയാണ്. ആദ്യം നമുക്ക് ഈ 3 മുന്നണികളും നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നോക്കാം. കോട്ടയം MLAയും അതുപോലെ തന്നെ UDFന്റെ വളരെ മുതിർന്ന നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. കുന്നംകുളം MLA ആയിട്ടുള്ള AC മൊയ്തീനാണ് LDFന്റെ ഭാഗത്തു നിന്നും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ചാത്തന്നൂർ MLA, അതായത് വളരെ അട്ടിമറി വിജയം നേടിയ BB ഗോപകുമാറിനെയാണ്, ചാത്തന്നൂർ MLA ആയ ഗോപകുമാറിനെയാണ് NDA അല്ലെങ്കിൽ BJP തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഔപചാരികമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ്. നമുക്കറിയാം, വളരെ വലിയ ഭൂരിപക്ഷമാണ് ഇക്കുറി UDFനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലുള്ളത്. 102 MLAമാർ UDFനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഭരണകക്ഷി നിർത്തുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് സ്പീക്കർ ആവുക എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണ് ഇത്രയും കാലം നടന്നു വന്നിട്ടുള്ളത്. കാരണം ഭൂരിപക്ഷം ആർക്കാണോ അവരിൽ നിന്ന് തന്നെയുള്ള, അല്ലെങ്കിൽ ഭരണപക്ഷം ആരാണോ ആ ഭരണപക്ഷത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടാറ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക മത്സരക്രമം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വോട്ടെടുപ്പ് നിയമസഭയിൽ നടക്കുന്നത്. രാവിലെ 9 മണിക്ക് സഭ സമ്മേളിക്കുമ്പോൾ തന്നെയാണ് വോട്ടെടുപ്പിനുള്ള നടപടിക്രമങ്ങളും ആരംഭിക്കുക. അതുവരേക്കുള്ള, അതായത് ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സ്പീക്കറെ കണ്ടെത്തുന്നതുവരെയുള്ള പ്രോട്ടം സ്പീക്കറായി G സുധാകരൻ, അമ്പലപ്പുഴ MLA ആയിട്ടുള്ള G സുധാകരനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. G സുധാകരന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്പീക്കർ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. സ്പീക്കർ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, രഹസ്യ ബാലറ്റ് വോട്ടെടുപ്പിലൂടെയാണ് ഈ ഒരു സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. നിയമസഭയിലെ എല്ലാ അംഗങ്ങൾക്കും ബാലറ്റ് നൽകും. ആ ബാലറ്റ് അതീവ രഹസ്യമായി ബാലറ്റ് ബോക്സിൽ നിക്ഷേപിച്ചതിന് ശേഷമാണ് വോട്ടെടുപ്പ് നടക്കുക. നിയമസഭയിലെ ഇരിപ്പിടത്തിൻ്റെ അനുസരിച്ച്, അതായത് നിയമസഭയിൽ MLAമാർ ഇരിക്കുന്ന ക്രമത്തിലാണ് ഈ ഒരു വോട്ടെടുപ്പ് നടക്കുക. 3 സ്ഥാനാർത്ഥികളുടെയും പേരുകൾ എഴുതിയ, അതായത് പേരുകളും അവയ്ക്ക് നേരെ കള്ളികളും രേഖപ്പെടുത്തിയിട്ടുള്ള ബാലറ്റുകൾ നിയമസഭയിലെ എല്ലാ MLAമാർക്കും, അതായത് മുഖ്യമന്ത്രി അടക്കം 140 MLAമാർക്കും ഈ ബാലറ്റുകൾ വിതരണം ചെയ്യും. ഇരിപ്പിടത്തിൻ്റെ ക്രമം അനുസരിച്ച് മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഈ വോട്ടെടുപ്പ് ആരംഭിക്കുക. ആദ്യം മുഖ്യമന്ത്രി ഈ ബാലറ്റ് ബോക്സിനടുത്തേക്ക് കൊണ്ടുപോകും. സ്പീക്കറുടെ ഡയസിനടുത്തായാണ് പ്രത്യേക രഹസ്യ പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിട്ടുണ്ടാവുക. ഒരു മറയോടുകൂടി ഈ ബാലറ്റ് മടക്കിയിടാനുള്ള ഒരു ബോക്സും അതുപോലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു മറയും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ MLAമാരും അതുപോലെ തന്നെ മന്ത്രിമാരും ഈ ബാലറ്റ് പോളിംഗ് ബൂത്തിൽ കൊണ്ടുപോവുകയും തങ്ങൾക്ക് വേണ്ട സ്ഥാനാർത്ഥിയുടെ നേരെ ഒരു ഗുണന ചിഹ്നം, അതായത് ഒരു X ചിഹ്നം ഇടുകയും ആ X ചിഹ്നം ഇട്ട ശേഷം ബാലറ്റ് മടക്കി പോളിംഗ് ബോക്സിൽ നിക്ഷേപിക്കുകയും ചെയ്യണം. അങ്ങനെ എല്ലാ MLAമാരുടെയും പോളിംഗ് അല്ലെങ്കിൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ 3 മുന്നണികളുടെയും, അതായത് LDFന്റെയും UDFന്റെയും BJPയുടെയും ഒരു
പ്രതിനിധി അല്ലെങ്കിൽ ഒരു പോളിംഗ് ഏജന്റ് എന്ന് തന്നെ പറയാം, നിയമസഭയിലെ തന്നെ ഒരു പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നിയമസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ പോളിംഗ് ബോക്സ് തുറന്ന് അതിലെ ബാലറ്റുകൾ എണ്ണുക. അങ്ങനെ ബാലറ്റുകൾ എണ്ണി ഔദ്യോഗികമായി സ്പീക്കർ ആരാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ചേർന്ന് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടയാളെ ഇരിപ്പിടത്തിൽ നിന്ന്, അതായത് അദ്ദേഹം ഇരിക്കുന്ന MLA-മാരുടെ നിരയിൽ നിന്ന് ആനയിക്കും. അതുപോലെ തന്നെ ഇരുപക്ഷത്തെയും MLA-മാർ ചേർന്ന് അദ്ദേഹത്തെ സ്പീക്കറുടെ ഡയസിലേക്ക് നയിക്കും. അങ്ങനെ പ്രോട്ടേം സ്പീക്കർ തൻ്റെ സ്ഥാനം ഒഴിഞ്ഞ് പുതിയ സ്പീക്കർക്ക് സ്ഥാനം നൽകും. അതിനുശേഷം ഇരുഭാഗത്തു നിന്നുമുള്ള ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള അംഗങ്ങൾ ഈ അനുമോദിച്ചുകൊണ്ട്, അതായത് സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥിയെ അനുമോദിച്ചുകൊണ്ട് പരാമർശങ്ങൾ നടത്തുകയും അത്തരത്തിൽ മറ്റ് പ്രതികരണങ്ങൾ നടത്തുകയും എല്ലാം ചെയ്യും. അതോടുകൂടിയാണ് ഇന്നത്തെ നിയമസഭാ സമ്മേളനം അവസാനിക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട്, അതായത് നാളെ മുതൽ 29-ാം തീയതി വരെ ഇനി നിയമസഭ ചേരില്ല. ഇന്ന് നിയമസഭ പിരിഞ്ഞാൽ പിന്നെ 29-ാം തീയതി നയപ്രഖ്യാപനത്തിനായിരിക്കും നിയമസഭ ചേരുക. ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറുടെ ആദ്യ ചുമതല എന്ന് പറയുന്നത് വരുന്ന നയപ്രഖ്യാപനത്തിനുള്ള നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതായിരിക്കും. ഒരു ഗവൺമെന്റിന്റെ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള യാത്ര, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ, മുന്നോട്ടുള്ള കർമ്മ പദ്ധതികൾ, നടത്താൻ ഉദ്ദേശിക്കുന്ന വാഗ്ദാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ, കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ, സാമ്പത്തിക സ്ഥിതിയെ വിലയിരുത്തൽ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അത് മാത്രമല്ല ഗവർണറും സർക്കാരും ഇനി അങ്ങോട്ടുള്ള 5 വർഷം ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിൻ്റെ കൂടി ഒരു നേർസാക്ഷ്യമായിരിക്കും 29-ാം തീയതി നടക്കുന്ന നയപ്രഖ്യാപനം. ഗവർണർ സഭയിലെത്തുകയും നയപ്രഖ്യാപനം നടത്തുകയും ചെയ്യും. 29-നാണ് ഈ ഒരു നയപ്രഖ്യാപനം. അതിനുശേഷം ജൂൺ 1-നായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. UDF-ന്റെ ഭാഗത്ത് നിന്ന് ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയാകും എന്നത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. മറ്റു മുന്നണികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. LDF ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും ആളുകളെ മത്സരിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരെയാണ് മത്സരിപ്പിക്കുക എന്നത് അവർ വ്യക്തമാക്കിയിട്ടില്ല. അതിനുശേഷം ജൂൺ 3 വരെ ഈ നയപ്രഖ്യാപനത്തിന് മുഖ്യമന്ത്രി നൽകുന്ന ഒരു നന്ദി പ്രമേയത്തിന്മേൽ ചർച്ച നടക്കും. ആ നന്ദി പ്രമേയത്തിൽ ചർച്ച നടന്നതിന് ശേഷം ജൂൺ ആദ്യവാരം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ ബജറ്റും അവതരിപ്പിക്കും. അപ്പോൾ ഇതാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിക്രമങ്ങളും സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സഭയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളും. സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പീക്കറുടെ ചുമതല എന്ന് പറയുന്നത് ഇരുപക്ഷത്തു നിന്നും ഉള്ള ആളുകളെ കൃത്യമായി സഭയിൽ ഇടപെടുന്നതിനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ്. സ്പീക്കർഷിപ്പ് എന്ന് പറയുന്നത് സാധാരണ MLA-മാരുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ ചുമതലകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആസൂത്രകൻ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ സഭയിലെ സാമാജികരെ അവരുടെ സഭയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ഉന്നയിക്കാനും വിശദമായ ക്രിയാത്മകമായ ചർച്ചകൾ നടത്താനും പ്രാപ്തരാക്കുക, അതിനുള്ള ഒരു ഇടം ഒരുക്കുക എന്നുള്ളതാണ് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചുമതല. ശരി, വ്യക്തമാണ്. ഏതായാലും ഇന്ന് സ്പീക്കറെ തിരഞ്ഞെടുക്കുകയാണ്. രാവിലെ 9 മണിക്കാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് നടക്കുക. 16-ാം നിയമസഭയിലേക്കുള്ള സ്പീക്കർ തിരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി UDF, LDF, NDA സ്ഥാനാർത്ഥികളൊക്കെയാണ് ഇത്തവണ സ്പീക്കർ തിരഞ്ഞെടുപ്പിന് മത്സര രംഗത്തുള്ളത്. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായാണ് BJP ഇത്തരത്തിൽ നിയമസഭയിൽ ഒരു സ്പീക്കർ തിരഞ്ഞെടുപ്പിന് പങ്കെടുക്കുന്നു എന്നതും വലിയൊരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും ഇന്നാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. രാവിലെ 9 മണിക്കാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.